പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് 2013 ഏപ്രിലിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി അത് പറഞ്ഞുറപ്പിച്ചിട്ട് ഈ കൃത്യം നടന്നത് 2017 ഫെബ്രുവരി 17-ാം തീയതിയാണ്. എന്തിന് ഇത്ര താമസം ഉണ്ടായി എന്നുള്ള കാര്യം സമർത്ഥിക്കുവാനും പ്രോസിക്യൂഷനോട് പറഞ്ഞിരുന്നു. അതായത് 2013 ഏപ്രിലിൽ ഈ ഗൂഢാലോചന നടന്നതിന് ശേഷം പിന്നീട് പൾസർ സുനിയും ദിലീപും തമ്മിൽ അടുത്ത ഗൂഢാലോചന നടത്തുന്നത് 2015-ാം വർഷം നവംബർ 1-ാം തീയതിയാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും പ്രോസിക്യൂഷൻ ഇത് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ആ ദിവസമാണ് പണം ആദ്യമായിട്ട് പൾസർ സുനിക്ക് കൈമാറുന്നത്. 10,000 രൂപ നൽകി എന്നുള്ളതാണ്. ജോയ്സ് പാലസ് തൃശൂർ അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് 10,000 രൂപ നവംബർ 1, 2015 പൾസർ സുനിക്ക് നേരിട്ട് ദിലീപ് കൈമാറി എന്നുള്ളതാണ്. ആദ്യ പണം കൈമാറലിൻ്റെ തെളിവായിട്ട് അതാണ് കൊണ്ടുവന്നത്. തൊട്ട് പിറ്റേ ദിവസം 2015 നവംബർ 2-ാം തീയതി 1 ലക്ഷം രൂപ ദിലീപിന്റെ BMW കാറിൽ ഇരുന്നു കൊണ്ട് ദിലീപ് നേരിട്ട് പൾസർ സുനിക്ക് നൽകി എന്നുള്ളതാണ്. അതും ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു, ജോയ്സ് പാലസ് തൃശ്ശൂരിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച്. പക്ഷേ അവിടെയും CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. സാക്ഷി മൊഴികൾ ഈ കാര്യം സ്ഥിരീകരിക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നെയുള്ളത് ജോയ്സ് പാലസിലേക്ക് പൾസർ സുനി വന്നപ്പോൾ അവിടുത്തെ ഗേറ്റിൽ പേരും നമ്പരും എഴുതിയിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റി ഓഫീസറുടെ അടുത്ത് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ അന്വേഷിച്ച സമയത്ത് അങ്ങനെ ഗേറ്റിൽ അങ്ങനെ എഴുതി വെക്കുന്ന പതിവില്ല, ഗേറ്റിലെ ബുക്കിൽ എഴുതി വെക്കുന്ന പതിവില്ല എന്ന് ഒരു സാക്ഷി പറയുകയൂടി ചെയ്തതോടുകൂടി അവിടെയും പ്രോസിക്യൂഷനും പോലീസിനും എതിരെയുള്ള കാര്യമാണ് കോടതി കണ്ടെത്തിയത്. ബാക്കി കാര്യങ്ങൾ ഈ പറയുന്ന പണത്തിന്റെ ട്രാൻസാക്ഷൻ നടക്കുകയും ഈ നവംബർ 2-ാം തീയതി കിട്ടിയ 1 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിലേക്ക്, പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അത് പൾസർ സുനിയും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയും ബാങ്ക് അധികാരികളുടെ മൊഴി വന്നിട്ടും പക്ഷേ കോടതി ഇക്കാര്യത്തിൽ അത് വിശ്വസനീയമായ തെളിവുകൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെ 3-ാമത്തെ ഗൂഢാലോചനാ വാദവും തള്ളിക്കളഞ്ഞു. അങ്ങനെ ഇത് മൂന്നും അതിനിർണായകമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നേരിട്ട് നടത്തുന്ന ഗൂഢാലോചനയും പണം കൈമാറലുമായിരുന്നു. അടുത്തതായിട്ട് പ്രോസിക്യൂഷനും പോലീസും ഉന്നയിച്ചത് 2016-ാം വർഷം സെപ്റ്റംബർ 21-ന് 30,000 രൂപ പൾസർ സുനിക്ക് നൽകുന്നു എന്നുള്ളതാണ്. അത് ആര് നൽകി എന്നുള്ളതാണ്? നാദിർ ഷാ നൽകി എന്നുള്ളതാണ്. അത് ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് നൽകിയതെന്നാണ്. അത് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തൊടുപുഴയിൽ വെച്ച് ഈ പണം കൈമാറി എന്നുള്ളതാണ്. അന്വേഷണം പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ പ്രകാരം CDR നൽകിയത് പ്രകാരം പൾസർ സുനിയും നാദിർ ഷായും തൊടുപുഴയിൽ ഉണ്ടായിരുന്നുവെന്ന് ടവർ ലൊക്കേഷൻ പ്രകാരം മനസ്സിലായി. പക്ഷേ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ പൾസർ സുനി വന്നിട്ടുണ്ട്, അത് നാദിർ ഷായെ കണ്ടു, 30,000 രൂപ വാങ്ങി നാദിർ ഷായുടെ കയ്യിൽ നിന്ന്. ഇക്കാര്യം തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുകയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ സീമ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിലായിരുന്നു അന്ന് ഷൂട്ടിംഗ് നടന്നത്. അതേ ദിവസം പൾസർ സുനി അവിടെയും വന്നു എന്ന് വരെ എത്തിയിട്ടുണ്ട്. അതുവരെ തെളിയിക്കുവാനായിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞു. പക്ഷേ നാദിർ ഷായെ കണ്ടു, ഈ പണം നൽകി നാദിർ ഷാ ദിലീപിന്റെ നിർദ്ദേശപ്രകാരം എന്ന കാര്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ 4-ാമത്തെ പ്രോസിക്യൂഷന്റെ ഗൂഢാലോചനാ വാദവും തള്ളിക്കളയുകയാണ്. പിന്നെയുള്ളത് അതിപ്രധാനമായ 3 കൂടിക്കാഴ്ചകളാണ് ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള. അതായത് കൃത്യം നടക്കുന്നതിന് ഏതാണ്ട് 3 മാസം മുൻപ്, കൃത്യം നടന്നത് 2017 ഫെബ്രുവരി 17-നാണെങ്കിൽ അവസാന കൂടിക്കാഴ്ചകൾ ദിലീപും പൾസർ സുനിയും തമ്മിൽ നടന്നതായിട്ട് പ്രോസിക്യൂഷൻ പറയുന്നത് നവംബർ മാസം 2016-ലാണ്. തുടർച്ചയായ 3 കൂടിക്കാഴ്ചകളാണ്. നവംബർ 8-ന്, നവംബർ 13-ന്, നവംബർ 14-ന്. അത് ജോർജേട്ടൻസ് പൂരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. 3 സെറ്റുകളിൽ വെച്ച്. ഒന്ന് സ്വിഫ്റ്റ് ജംഗ്ഷൻ, തോപ്പുംപടി, എറണാകുളം. അവിടെ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ക്യാരവന് ഉള്ളിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ദിലീപിന്റെ ക്യാരവൻ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അവിടെ വെളിയിലുണ്ടായിരുന്ന പൾസർ സുനിയെ ദിലീപിന്റെ ഡ്രൈവർ ഉള്ളിലേക്ക് കടത്തിവിടുകയും അവിടെ വെച്ച് ഗൂഢാലോചന നടത്തുകയും ചെയ്തു. അതായത് കൃത്യം ഇനി നീട്ടിക്കൊണ്ട് പോകുവാൻ പറ്റില്ല, ഈ നടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തണം, കൂട്ടബലാത്സംഗം നടത്തി ഈ ദൃശ്യങ്ങൾ പകർത്തണം എന്നുള്ള കാര്യം നിർദ്ദേശിക്കുകയും ഇനി വൈകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ്. പക്ഷേ അവിടെ മറ്റൊരു കാര്യം, പ്രോസിക്യൂഷൻ കുറേയേറെ തെളിവുകൾ ഹാജരാക്കിയിട്ടും കോടതി പറയുന്നത് ആ ദിവസം ഇതേ സ്ഥലത്ത്, ഈ ക്യാരവൻ പാർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ടിംഗ് നടന്നതിന് തെളിവില്ല എന്നാണ്. അതായത് അങ്ങനെ ഒരു ജോർജേട്ടൻസ് പൂരത്തിൻ്റെ ഷൂട്ടിംഗ് അതേ ദിവസം 8-ാം തീയതി നവംബർ മാസം 8-ാം തീയതി 2016-ൽ സ്വിഫ്റ്റ് ജംഗ്ഷൻ, തോപ്പുംപടി അവിടെ വെച്ച് നടന്നിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. തൊട്ട് പിന്നാലെ 13-ാം തീയതി നവംബർ 13, 2016 വീണ്ടും ജോർജേട്ടൻസ് പൂരത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ, അവിടെയാണല്ലോ ഈ ഫോട്ടോഗ്രാഫ് തെളിവായിട്ട് വന്നത്. ടെന്നീസ് അക്കാഡമി പുഴയ്ക്കൽ,
തൃശൂർ അവിടെയാണ് ഈ ഫോട്ടോഗ്രാഫ് തെളിവായിട്ട് ഹാജരാക്കിയത്. പക്ഷേ ആ സെൽഫി ഫോട്ടോഗ്രാഫ്സിൽ പൾസർ സുനിയെ കാണുന്നുണ്ട് എങ്കിൽ പോലും പൾസർ സുനിയും ദിലീപും തൊട്ടടുത്ത് നിൽക്കുന്ന ദൃശ്യമില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോകൾ ഉണ്ടായിരുന്നു, പക്ഷേ സുനി അകലെ നിൽക്കുന്നതായിരുന്നു. അന്ന് ആ ഫോട്ടോ വൈറലായിരുന്നു, ഒരുപാട് ചർച്ച നടത്തിയതാണ്. പക്ഷേ ആ ഫോട്ടോയുടെ ആധികാരികത വിശ്വസിക്കുവാൻ കോടതി തയ്യാറായില്ല. ഇതോടുകൂടി പ്രോസിക്യൂഷന് വീണ്ടും ഇക്കാര്യത്തിൽ തിരിച്ചടിയാവുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം ശാന്തിഗിരി കോളേജ് തൊടുപുഴയിൽ വീണ്ടും പൾസർ സുനി വരികയും അവിടെ വെച്ച് ജോർജ് ഏട്ടൻസ് പൂരത്തിന്റെ സെറ്റിൽ വെച്ച് വീണ്ടും ദിലീപുമായിട്ട് ഗൂഢാലോചന നടത്തി ഉടൻ തന്നെ കൃത്യം നിർവഹിച്ചേ പറ്റൂ എന്ന് ദിലീപ് നിർദ്ദേശം നൽകിയെന്നാണ്. അപ്പോൾ കോടതി ചോദിക്കുകയാണ്, ഒരാഴ്ചയ്ക്കുള്ളിൽ 3 തവണ ഈ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തുന്നത് അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കാരണം അതൊരു ഗൂഢാലോചനയാണ്. മാത്രമല്ല, ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകുന്നയാൾ മലയാള സിനിമയിലെ വളരെ പ്രശസ്തനായ ഒരു നടനാണ്. അയാളെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. മാത്രമല്ല, ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരേ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. മിക്കവാറും എല്ലാവരും തന്നെ ഒരേ ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലും ഈ പൾസർ സുനി വരുന്നതും ദിലീപിനെ കാണുന്നതുമൊക്കെ ആളുകൾ കാണില്ലേ? അപ്പോൾ ഇത് ഒഴിവാക്കാനല്ലേ ഈ ഗൂഢാലോചന നടത്തിയവർ ശ്രമിക്കുകയുള്ളൂ എന്ന ചോദ്യം കോടതി ഉന്നയിക്കുകയായിരുന്നു അവിടെ ചെയ്തത്. അത് മാത്രമല്ല, ഇതൊക്കെ ഈ കൃത്യം നടന്നതിന് തൊട്ട് മുൻപ് 3 മാസം മുൻപ് നടന്ന കാര്യമാണ്. അത് മാത്രമല്ല, നടനെ അറസ്റ്റ് ചെയ്യുന്നത് 2017 ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അത് ഡിലീറ്റ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് നിങ്ങളത് ശേഖരിച്ചില്ല എന്നുള്ള കാര്യവും ചോദിക്കുകയാണ്. ഏറ്റവും പ്രധാന കാര്യം, ഇവിടെയൊക്കെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷികൾ ഈ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് മൊഴി നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ ഗൂഢാലോചന നടന്നതായിട്ട് തെളിയിക്കണമെങ്കിൽ നേരിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചത് കണ്ടു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് വേണം, അത് ദൃശ്യങ്ങൾ വേണം. ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് പ്രോസിക്യൂഷൻ തിരിച്ചടിയാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് തന്നെ കോടതി ഇക്കാര്യത്തിൽ പറയുകയാണ്, പ്രോസിക്യൂഷന് കൃത്യമായിട്ട് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി, എന്തിനീ കാലതാമസം എടുത്തു എന്നുള്ളത്. 2013 ഏപ്രിലിൽ തന്നെ ഗൂഢാലോചന നടത്തി പണവും പറഞ്ഞു ഉറപ്പിച്ചതാണ്. പക്ഷേ ഈ കൃത്യം നടന്നതെന്നാണ് 2017 ഫെബ്രുവരി 17-നാണ്. എന്തിനിത്ര ദീർഘമായ കാലാവധി? അതുമാത്രമല്ല, 2013 ഏപ്രിലിന് ശേഷം ഇവർ തമ്മിൽ കണ്ടത്, ദിലീപും പൾസറും തമ്മിൽ കണ്ടത് 2015 നവംബറിലാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഇത് ഏകദേശം 2.5 വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് ആ സമയം പൾസർ സുനിയെ കാണാനില്ലായിരുന്നു, മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് സുനി ഒളിവിലായിരുന്നു എന്നാണ്. അതുമാത്രമല്ല, ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു എന്നുള്ള കാര്യവും പറഞ്ഞു. പക്ഷേ അവിടെയും രേഖകൾ കൊടുത്തപ്പോൾ, അത് പരിശോധിച്ചപ്പോൾ കോടതി പറഞ്ഞത് ഈ 2.5 വർഷത്തിനിടയിൽ 2 മാസം മാത്രമാണ് പൾസർ സുനി ജയിലിൽ കിടന്നത്. അതുമാത്രമല്ല, മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് പൾസർ സുനി കോടതികളിൽ പോലും വരാറുണ്ട്, പരസ്യമായിട്ട് ഇറങ്ങി നടക്കാറുണ്ട്. പൾസർ സുനിയുടെ അമ്മ മൊഴി നൽകിയിരുന്നു, വീട്ടിൽ വരാറുണ്ട് ഈ കാലയളവിൽ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ 2 മാസം മാത്രം ജയിലിൽ കിടന്നയാൾ എങ്ങനെ ഇത്രയും നാൾ നാട്ടിലുണ്ടായിരുന്നില്ല, ഒളിവിലായിരുന്നു? അതുകൊണ്ട് ദിലീപിന് പൾസർ സുനിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത് വിശ്വസനീയമല്ല എന്ന് കോടതി പറയുകയാണ്. അങ്ങനെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഈ ഗൂഢാലോചന വാദങ്ങളെല്ലാം തള്ളിക്കളയുന്നു എന്നുള്ളത് കോടതി തെളിവിൻ്റെ അഭാവത്തിൽ, സാക്ഷിമൊഴികളില്ല, അതുപോലെ തന്നെ ദൃശ്യങ്ങളില്ല, കൊടുത്ത ദൃശ്യങ്ങളാകട്ടെ അതിൽ വിശ്വാസ്യതയില്ല. ഇവർ ഒരേ സ്ഥലത്ത് ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞത് നാദിർഷായും അതുപോലെ പൾസർ സുനിയും ഒരേ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ തമ്മിൽ സംസാരിച്ചതിന് തെളിവില്ല. ഇപ്പോൾ തൊടുപുഴയിലെ മറ്റൊരു ലൊക്കേഷൻ, ജോർജ് ഏട്ടൻസ് പൂരത്തിൻ്റെ ലൊക്കേഷനിൽ ശാന്തിഗിരി കോളേജ്, അവിടെ വന്നിട്ടുണ്ട് പൾസർ സുനി എങ്കിൽ പോലും അവിടെ കൂടിക്കാഴ്ച നടത്തിയതിന് തെളിവില്ല എന്നാണ് കോടതി പറയുന്നത്. അതുപോലെ തന്നെ ജോർജ് ഏട്ടൻസ് പൂരത്തിൻ്റെ ലൊക്കേഷനിൽ മറ്റേ ടെന്നീസ് അക്കാദമി ചിറക്കൽ, അവിടെയും പൾസർ സുനി വന്നിരുന്നു. പക്ഷേ അവിടെ ദിലീപുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നാണ്. സൗണ്ട് തോമയുടെ സെറ്റിലും പൾസർ സുനി ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അവിടെ ദിലീപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തെളിവില്ല എന്നാണ് കോടതി പറയുന്നത്. പ്രോസിക്യൂഷനെ വലിച്ചതും ഇത് തന്നെയാണ്. ഇവർ തമ്മിൽ, ദിലീപും പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടത്തുന്നതിന് വേണ്ടി ഈ 6 ഇടങ്ങളിലും ഒരേ സമയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അവർ തമ്മിൽ സംസാരിച്ചതിനും ഇപ്പോൾ പണം കൈമാറിയ സ്ഥലത്ത് പണം കൈമാറിയതിനും ഒന്നും തെളിവില്ല എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെയാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. അത് അവിടെയാണ് ഈ ഗൂഢാലോചന വാദം തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത്. പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഈ ആരോപണ വിധേയനായിരുന്ന 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിൽ അവരെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടതും സജിത്ത്. ഇതാണ് പ്രോസിക്യൂഷനെയും പോലീസിനെയും വലച്ച കാര്യങ്ങൾ.